ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുണ്ട് ചുവന്ന് തൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് നമ്മുടെ മുഖത്തിന് നിറം ഉണ്ടെങ്കിലും നമ്മുടെ ചുണ്ടിന് അത്ര നിറമില്ല, കളറ് കുറവായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കറുത്തിരുണ്ട ചുണ്ടായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആണുങ്ങളിലാണെങ്കിൽ സിഗരറ്റൊക്കെ വലിക്കുന്നവരാണെങ്കിൽ ചുണ്ട് നന്നായിട്ട് കറുത്തിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളിലാണെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കൂടുതലാണെങ്കിൽ ചുണ്ടിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടിട്ട് ഇരുണ്ട കളറായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ചുണ്ട് നന്നായിട്ട് കെയർ ചെയ്യാതിരിക്കുന്ന സമയത്തും ചുണ്ടിൻ്റെ നിറം കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള നല്ലൊരു ലിപ് ലൈറ്റനിങ് മാസ്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ടിലെ കറുപ്പും ഡെഡ് സെൽസും ഒക്കെ മാറിയിട്ട് ചുണ്ട് നന്നായിട്ട് നിറം വെച്ച് വരുന്നതാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് പിങ്ക് ലിപ്സ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിപ് മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഈ ഒരു ലിപ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. ഗ്ലിസറിൻ നമ്മുടെ ചുണ്ടിലെ കറുപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനും സോഫ്റ്റ് ആവാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 1 സ്പൂണോളം ഗ്ലിസറിനാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഓരോ സമയം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഇതെടുത്താൽ മതി. ഒന്നിച്ചുണ്ടാക്കി വെക്കാനാണെന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അത് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസായിട്ട് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാം. ചുണ്ടിലെ കറുപ്പൊക്കെ മാറിയിട്ട് നല്ല കളർ വയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് ബീട്രൂട്ട്. ഗ്ലിസറിൻ എടുക്കുന്ന അതേ അളവിൽ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ചുണ്ടുകളിലെ കറുപ്പ് നിറം മാറിക്കിട്ടാനായിട്ട്. ഇത് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഏകദേശം ഒരു 10-15 ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബീട്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വിരൽ ഉപയോഗിച്ചിട്ട് ചുണ്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ചുണ്ടിന് ചുറ്റും നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കറുപ്പ് മാറി കിട്ടാനായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ദിവസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുണ്ട് വരണ്ട് പൊട്ടുക അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും. ഒരാഴ്ചയെങ്കിലും മിനിമം നിങ്ങളിത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ടും നിങ്ങൾക്കിത് തേച്ച് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഒരുപാട് വിലയൊന്നുമില്ല. പിന്നെ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുണ്ടുകൾക്ക് ഡ്രൈ ആവുന്ന ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്